വേതന വർധനവ് ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന ആശാവർക്കർമാർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തുകയാണ്. സ്ഥാനാർത്ഥികളെ അനുകൂലിച്ചല്ല, സമരത്തെ അപമാനിച്ചവർക്ക് വോട്ടില്ല എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ആശാവർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് മിനിയുടെ നേതൃത്വത്തിൽ വീട് കയറിയുള്ള പ്രചാരണത്തിന് എത്തുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വ്യാഴാഴ്ച മുതലാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പ്രചാരണത്തിലേക്ക് എത്തുന്നത്. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ അനുകൂലിച്ചുകൊണ്ടല്ല പ്രചാരണത്തിന് എത്തുന്നതെന്നും ആശാ വർക്കർമാരുടെ സമരത്തെ അപമാനിച്ചവർക്ക് വോട്ടില്ല എന്ന പ്രചാരണമാണ് സംഘടിപ്പിക്കുന്നതെന്നും ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് മിനി പറഞ്ഞു. 121 ദിവസമായി ആശാമാർ ഈ തെരുവിൽ സെക്രട്ടേറിയറ്റ് തടൽ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ ഇരുന്ന് സമരം ചെയ്യുന്നു. പക്ഷേ ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിക്കാനോ പരിഗണിക്കുവാനോ ഒന്നും തയ്യാറാകുന്നില്ല. ഈ സാഹചര്യത്തിൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പുകൾ മാത്രമേ മുന്നോട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ ആ തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി അടക്കം ഈ സമരത്തെ വലിയ തോതിൽ ആക്ഷേപിച്ച വ്യക്തിയാണ്. അവരവിടെ സ്ത്രീപക്ഷവും അല്ലെങ്കിൽ തൊഴിലാളി പക്ഷത്തെക്കുറിച്ചുമൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ സംസാരിക്കുന്നത്. ഞങ്ങൾ തൊഴിലാളികളായിരിക്കുന്ന ആളുകളെ പരിഗണിക്കാതെ, സ്ത്രീകളെ പരിഗണിക്കാതെ, സ്ത്രീകളെ ഇത്രമേൽ അധിക്ഷേപിക്കുകയും ഈ സമരം 121 ദിവസമായിട്ട് പരിഹരിക്കുവാൻ തയ്യാറാകാത്ത ഗവൺമെൻറ് ഒരു തൊഴിലാളി ഗവൺമെൻറ് അല്ല, ഒരു ജനാധിപത്യ ഗവൺമെൻറ് അല്ല, മനുഷ്യത്വ വിരുദ്ധമായ പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് പോകുന്നത്. മലപ്പുറത്തെ ആശാ വർക്കർമാരെ സംഘടിപ്പിച്ചുകൊണ്ട് വീട് കയറിയുള്ള പ്രചരണം നടത്താനാണ് തീരുമാനം. ആശാ വർക്കർമാരുടെ 4ാം ഘട്ട രാപ്പകൽ സമരയാത്ര ഈ മാസം 17-ന് തിരുവനന്തപുരത്താണ് സമാപിക്കുന്നത്. ഓണറേറിയം, പെൻഷൻ ആനുകൂല്യം തുടങ്ങിയവ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആശാ വർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് സമരം ഇപ്പോഴും തുടരുകയാണ്. പ്രശ്നപരിഹാരം കാണുന്നതുവരെ സമരം തുടരാനാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.